ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനഘേനെയാണ്. അങ്ങനെ അനഘ ഡോക്ടറുടെ അടുത്ത് നിന്ന് നേരെ പോകുന്നത് നമ്മുടെ അഭിയുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് അഭിനെ കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ അനഘയുടെ കുട്ടീനെയും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അഭിയാണെങ്കിൽ നവ്യനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരികെ പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഗോവിന്ദനോട് പറഞ്ഞു, ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നോളാന്ന്. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അയ്യോ മോനെ വേണ്ട, റെസ്റ്റോറൻറ്റ് ഫുഡൊന്നും അധികം കഴിക്കുന്നത് നല്ലതല്ല. അത് സാരമില്ല അച്ഛാ, ഞാനുണ്ടല്ലോ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് പറഞ്ഞ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഈ വീടുകളിലൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് ഓർഡർ ചെയ്ത് വിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കനക ചോദിച്ചു, അല്ല മോനെ നിനക്ക് ഇപ്പം പോകണോ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അയ്യോ ഇപ്പം തന്നെ താമസിച്ചു പോയി അമ്മേ, അറിയാലോ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം എന്താവോ എന്തോ. അല്ല, ആദർശേട്ടൻ ഒന്നും പറയാൻ ചാൻസ് ഇല്ല. കാരണം ആദർശേട്ടനോട് ഞാൻ ഇവിടെ വന്നെന്ന് പറയുകയാണെങ്കിൽ ആദർശേട്ടനൊന്നും പറയില്ല, ആദർശേട്ടന് സന്തോഷമാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, എങ്കിൽ പിന്നെ നീ പൊക്കോടാ, നീ നിന്ന് സമയം കളയണ്ട, ഇനി അവിടെ ചെന്നിട്ട് വർക്കുകളൊക്കെ ഉള്ളതല്ലേ, പൊക്കോ, ഞാൻ ഇടയ്ക്ക് വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നവ്യയും വലിയ സന്തോഷത്തിൽ തന്നെയാണ്, കനകയും ഗോവിന്ദനും വലിയ സന്തോഷത്തിലാണ്. ഇതിനിടയിലാണ് നമ്മുടെ അനഘ നേരെ അഭിനെ വിളിക്കുന്നത്. അഭിനെ വിളിച്ചു കഴിയുമ്പം അഭി പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ വരാമെന്ന്. ഇത് നവ്യയുടെ അടുത്ത് വെച്ച് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ നവ്യയോട് പറയുന്നത് ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചെന്നാണ്. അങ്ങനെ നമ്മുടെ അനഘയെ കാണാൻ വേണ്ടി അഭി ചെല്ലുകയാണ്. അങ്ങനെ അഭിയെ കണ്ട ഉടനെ തന്നെ അനഘ പറഞ്ഞു, എടാ നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നീ വായെടുത്ത കള്ളത്തരം മാത്രമല്ലേടാ പറയത്തുള്ളൂ. എന്ത് വിശ്വസിച്ചിട്ടാടാ ഞാൻ നിന്നെ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്നത്? എനിക്കതൊന്നും അറിയില്ല. ഏതായാലും നിന്നെ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അത് സേഫ് ആക്കണം, അത് ഉറപ്പാക്കണം. അതുകൊണ്ട് നിനക്ക് ഞാൻ 3 ദിവസം കൂടി തരാം. ഈ 3 ദിവസത്തിനുള്ളിൽ നീ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മൂർത്തി സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കും. അയ്യോ അനഘ, നീ അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയ പോരെ? പറഞ്ഞല്ലോ, നീ പറയുന്നത് വിശ്വസിക്കാൻ കുഴപ്പമില്ലടാ. നിന്റെ കൂടെ ഇന്നൊരു പെണ്ണ് കറങ്ങുന്നത് കണ്ടല്ലോ, ആ പെണ്ണ് പ്രഗ്നന്റ് ആയിരുന്നല്ലോ. എന്താടാ നിനക്ക് നാടൻ നീള കുട്ടികളാണോ? എന്താടാ നീ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? നീ ഒരു നല്ലൊരു പുരുഷനാന്നോർത്ത ഞാൻ നിന്റെ കൂടെ വന്നതും എന്തോ അന്ന് എങ്ങനെയൊക്കെ സംഭവിച്ചു പോയതും. പക്ഷെ അത് കഴിഞ്ഞാണല്ലോ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. എടാ, ആ പെണ്ണിന്റെ പേര് നവ്യ എന്നല്ലേ? അത് നിന്റെ ഭാര്യയല്ലേ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭിയൊന്ന് പതറുകയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞു, നീ കൂടുതൽ പതറുമൊന്നും വേണ്ട, നിന്റെ ഭാര്യയാണെന്നും അവളുടെ അനിയത്തി നയന, അവളൊരു വലിയ ഡിസൈനർ ആണെന്നും ഒക്കെ എനിക്കറിയാം. നീ ഇതും കൊണ്ട് കൂടുതൽ ഉരുണ്ട് മെഴുകണ്ട. എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകളായിട്ട് തന്നെ എൻ്റെ കുഞ്ഞ് വളരണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ലേബൽ വേണം. അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ലേബൽ തന്നെ അവൾക്ക് ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കാനൊക്കെ നീ ഇപ്പം തൽക്കാലം പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനഘ പോവുകയാണ് കേട്ടോ. ഏതായാലും അനഘ ചെല്ലുന്നു പിന്നെ നേരെ ആ കുട്ടിയുടെ അടുത്തേക്കാണ്. അങ്ങനെ ആ കുട്ടീനെ കാണിക്കുകയാണ്. അപ്പോൾ ഒരു പാവേനെയൊക്കെ മേടിച്ചുകൊണ്ടാണ് ഈ അനഘ ചെല്ലുന്നത്. അങ്ങനെ പാവേനെ കണ്ടത്, ഹായ് അമ്മേ, ഇതെന്താ പാവ? അപ്പോഴത്തേക്കും നമ്മുടെ അനഘ കരയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മോള് ചോദിച്ചു, എന്തു പറ്റി അമ്മയെ കരയുന്നത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഹേയ് ഒന്നുമില്ല, അമ്മയ്ക്ക് വല്ലാത്തൊരു തലവേദന, അതുകൊണ്ട് അമ്മ വെറുതെ കരഞ്ഞതാ എന്ന് പറഞ്ഞ് അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ആ പാവേനെ വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിഷ്കളങ്കമായൊരു കുട്ടി, ആ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ. ഒരു പാവേനെ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി, അതിൽ വെച്ചോട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീനാണ് നമ്മുടെ മൂർത്തിനെ. അങ്ങനെ നമ്മുടെ മൂർത്തി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മൂർത്തിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അങ്ങനെ മൂർത്തി ആ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വെച്ചപ്പം, അത് ഞാൻ അനഘയാ, എൻ്റെ പേര് അനഘ എന്നാ. എന്താ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അത് പിന്നെ എൻ്റെ മകള് അവിടുത്തെ കൊച്ചുമകൻ്റെ മകളാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പെട്ടെന്ന് എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെന്താ, എന്ത് പൊട്ടത്തരം നിങ്ങൾ ഈ പറയുന്നത്? അയ്യോ സാർ, പൊട്ടത്തരമല്ല വിളിച്ചു പറയുന്നത്. എൻ്റെ മകൾ ദേ അവിടുത്തെ അവിടുത്തെ
കൊച്ചുമകൻ്റെ മകളാണ് ഇത്. ഇത് സത്യമായ വാക്കുകളാണ് സാർ. അതുകൊണ്ട് എൻ്റെ മകളെ നിങ്ങളൊക്കെ കൂടി അംഗീകരിക്കണം. അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകളായിട്ട് അംഗീകരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് വീണ്ടും ഏത് കൊച്ചുമകൻ്റെ മകളാ എന്നിങ്ങനെ എടുത്ത് ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫോൺ കട്ടായി പോയിട്ടോ. അപ്പൊ ഹലോ ഹലോ എന്ന് വിളിക്കുന്നുണ്ട്, ഫോൺ കട്ടായി പോവുകയും ചെയ്തു. ബാക്കിയൊന്നും കേട്ടുമില്ല നമ്മുടെ മൂർത്തി. ഇപ്പൊ ഇതേ സമയം പിന്നെ നയനയും ആദർശിനെയും കാണിക്കുന്നുണ്ട്. നയനയും ആദർശും ഓഫീസിലാണ്. ഓഫീസിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ആദർശ് പറയാ, പണ്ടൊക്കെ അമ്മ എപ്പോഴും എപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കായിരുന്നു ഭക്ഷണം എങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന്. അത് എന്തിനാണെന്ന് അറിയാമോ നയന? നിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാ. അപ്പൊ ഞാന് അത് നയനയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അവളുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ലല്ലോ, അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കെന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ തലയങ്ങോട്ട് ഊരും. പക്ഷെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ അമ്മയുടെ ബുദ്ധിയായിരുന്നു, അമ്മയുടെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു. കാരണം അമ്മയ്ക്ക് നീ ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് അറിയണം, പക്ഷെ അത് എൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുകയും വേണം. എന്തൊരു തന്ത്രമായിരുന്നു എൻ്റെ അമ്മയും നീയും കൂടെ കളിച്ച കളി. അത് പിന്നെ ആദർശേട്ടാ, അമ്മേനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. അമ്മയ്ക്കൊരു ചമ്മലൊക്കെ ആയിരുന്നു. ഞങ്ങൾ രണ്ടും ഒന്നിച്ചെന്നറിയുമ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊന്നും അറിയില്ലല്ലോ. അത് മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി ചേർന്ന് അമ്മയെ ഒരു ഒന്നൊന്നര പറ്റിയിട്ടല്ലേ പറ്റിച്ചത്. അപ്പൊ പിന്നെ അമ്മ എങ്ങനെയാ സഹിക്കുന്നത്? അതുകൊണ്ടൊക്കെയല്ലേ. അതുകൊണ്ടൊക്കെയാ. ഏതായാലും ഇനി അതിൻ്റെ മറയൊന്നും ഇല്ലല്ലോ. മരുമകളും അമ്മായിയമ്മയും സ്നേഹിക്കുന്നത് എനിക്ക് നേരിട്ട് കാണാമല്ലോ. അതോർക്കുമ്പോഴാ സന്തോഷം. പിന്നെ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ഇച്ചിരി സ്നേഹം കൂടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ദേവയാനി ഫോൺ വിളിക്കുന്നത്. അങ്ങനെ ദേവയാനി ഫോൺ വിളിച്ചിട്ട്, അല്ല എന്തെടുക്കുക, ഭക്ഷണം കഴിക്കുകയാണോ? ഭക്ഷണം കഴിക്കുക. മരുമകൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണോ? ആ അത് പിന്നെ അതെനിക്ക് അവളെ വിളിച്ചാ പോരെ. ഏതായാലും അവളെ വിളിച്ച് ചോദിക്കുമൊന്നും വേണ്ട. ഇനിയിപ്പം അവളുടെ കയ്യിൽ തന്നെ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നായനോട് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ ദേവയാനി. ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചിട്ട് ഞങ്ങൾ വൈകിട്ട് നേരത്തെ ഇറങ്ങാം, നമുക്കൊരു സ്ഥലം വരെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ഇപ്പം മരുമകളെയാ അമ്മായിമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, മകനെ പോലും വേണ്ട. എന്താ അതിൻ്റെ പേരിൽ അസൂയുണ്ടോ? അസൂയോ? ഒരസൂയും ഇല്ല എൻ്റെ പൊന്നു നയനെ. ഇതൊക്കെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. എന്നെ അമ്മ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീയും അമ്മയും കൂടെ സ്നേഹിച്ച് ഇങ്ങനെ പോകുന്നത് കാണുന്നതാ എനിക്കൊരു സുഖം. അതാ എൻ്റെ മനസ്സിനൊരു സുഖം ഉണ്ടാക്കുന്ന കാഴ്ച. അതുകൊണ്ട് എന്നും എന്നും സ്നേഹിച്ചോ. നിനക്കും അങ്ങനെ തന്നെയാണല്ലോ. ഈ ആദർശനോട് സ്നേഹമുള്ളതിനേക്കാൾ കൂടുതലും ഇപ്പം നിന്റെ അമ്മായിയമ്മയോടാണല്ലോ. അത് പിന്നെ ആദർശേട്ടാ, എപ്പോഴും എപ്പോഴും അമ്മായിയമ്മ അമ്മായിയമ്മ എന്ന് പറയരുത് കേട്ടോ. സത്യത്തിൽ അതെൻ്റെ അമ്മായിയമ്മയല്ല, എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പം ആദർശേട്ടൻ്റെ അമ്മേനെ കാണുന്നത്. എന്തോ എൻ്റെ അമ്മയോട് കൊടുക്കുന്നേക്കാൾ കൂടുതൽ സ്നേഹം ഞാൻ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെന്തോ ആയിക്കോട്ടെ. എന്താ അസൂയ വല്ലതും ഉണ്ടോ? എന്താ അസൂയ? ഞാൻ പറഞ്ഞല്ലോ നയന, എനിക്ക് ഒരു അസൂയയില്ല. എന്നോട് ഇഷ്ടക്കേട് കാണിച്ചാലും അമ്മയോട് ഇഷ്ടക്കേട് കാണിക്കാതിരുന്നാൽ മതി നീ. അമ്മയെ സ്നേഹിച്ചാൽ മതി നീ. നിങ്ങൾ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മുത്തച്ഛനും മുത്തശ്ശിക്കും എന്തൊരു സന്തോഷമാണെന്നറിയോ? മുത്തച്ഛൻ്റെയൊക്കെ ആഗ്രഹമല്ലായിരുന്നോ നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നൊക്കെ? ഇനിയും മുത്തച്ഛന് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്താഗ്രഹം? അല്ല, അനന്തപുരി തറവാട്ടിലെ ഒരു കുഞ്ഞിക്കാലിനെ കാണണം എന്നൊക്കെ മുത്തച്ഛൻ എപ്പോഴും എപ്പോഴും പറയുമായിരുന്നു. അതെ ചേട്ടാ, ഒന്ന് ചുമ്മാതെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. മുത്തച്ഛന് മാത്രമല്ല, എനിക്കും ആഗ്രഹങ്ങളൊക്കെ പലതും ഉണ്ടേ. എനിക്കും ഒരു അച്ഛനാകാൻ ആഗ്രഹമുണ്ട്. എൻ്റെ അനിയൻ അച്ഛനായത് നീ അറിഞ്ഞല്ലോ. അപ്പൊ പിന്നെ എനിക്ക് അച്ഛനാകാൻ ആഗ്രഹമില്ലേ? ഇനിയിപ്പം അത് ഒത്തിരി നാൾ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല നയനെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നും കൂടി ആ ഒരു ഡോക്ടറിനെ കാണാൻ പോകണം. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്തണം. എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഉള്ള ആഗ്രഹമല്ലേ, അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കല്ലേ സാധിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല മുത്തച്ഛൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കണ്ടീഷൻ വളരെ മോശമാണെങ്കിലേ ഇനി അവർക്ക് എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ വേറെ ആരാ സാധിച്ചു കൊടുക്കുന്നത്? ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ നായന്. അതിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മൂർത്തി സാറ് വിളിക്കുന്നത്. മൂർത്തി സാറ് വിളിച്ചതും പെട്ടെന്ന് തന്നെ നമ്മുടെ ആദർശ്, എന്നതിന മുത്തച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് അറിയത്തില്ലല്ലോ, ഒന്ന് ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ എടുത്തിട്ട്, എന്താ മുത്തച്ഛ? അത് പിന്നെ, എടാ മോനെ ആദർശ്, നീ എവിടെ ഇപ്പോൾ ഉള്ളത്? അത് പിന്നെ എന്ത് ചോദ്യ? ഞാൻ ഓഫീസിലാ മുത്തച്ഛ ഉള്ളത്. അത് പിന്നെ മോനെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അതെ, അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. മുത്തച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല.
പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് മനസ്സിനും ശരീരത്തിനും ഒക്കെ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് മോൻ ഇവിടെ എത്തണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ മുത്തച്ഛന് ഇനി ഏതവസ്ഥയിൽ എത്തുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തച്ഛ എന്താ മുത്തച്ഛ ഇപ്പം തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പം നയനി ചോദിച്ചു എന്താണെന്ന് അറിയില്ല നയനെ, മുത്തച്ഛൻ എന്നെ പെട്ടെന്ന് തന്നെ കാണണമെന്നാണ് പറഞ്ഞത്, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് നേരെ പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർത്തി ഇങ്ങനെ വല്ലാത്ത സ്റ്റേജിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. അപ്പം ഇതിനിടയിലാണെങ്കിലോ ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു, ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുക, അതെ ഞാൻ നേരത്തെ നിങ്ങളെ വിളിച്ചില്ലേ, അവരുടെ അടുത്ത് നിന്ന് വിളിക്കുക അനഘയ്ക്ക് വല്ലാത്ത ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളത്. ആ കുട്ടി ഇപ്പം ചിലപ്പം ജീവിതത്തിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ചിലപ്പം ഇപ്പം തന്നെ ആ കുട്ടി നമ്മളെല്ലാം വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയാം. പെട്ടെന്ന് നമ്മുടെ മൂർത്തിക്കും എന്തോ പോലെയും കൂടി ആയി പോവാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനഘ മരണത്തിനോട് മല്ലടിക്കുക തന്നെയാണ് ആ ഒരു നിമിഷം. നമ്മുടെ മൂർത്തിനെ വിളിച്ചത്രയും പറഞ്ഞ ആ ഒരു നിമിഷം തന്നെ പെട്ടെന്ന് അനഘ തലകറങ്ങി താഴെ വീഴുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ഏതായാലും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടെ ഒരു രക്ഷയൊന്നുമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അനഘ മരിച്ചു. അപ്പം ആ ഒരു വാർത്തയാണ് നമ്മുടെ മുത്തശ്ശൻ പിന്നെ കേൾക്കുന്നത്. പക്ഷേ അനഘ പറഞ്ഞിരിക്കുന്നത് കൊച്ചുമകളാണ്, മുത്തശ്ശന്റെ കൊച്ചുമകളാണ്. പക്ഷെ ഏതു മകന്റെ മകളാണെന്ന് പറഞ്ഞിട്ടുമില്ല. കൊച്ചുമകന്റെ മകളാണ്. അപ്പം ഏത് കൊച്ചുമകനാണെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ആ പറയാത്തത് തന്നെ ഒരു വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇനി നമ്മുടെ അനന്തപുരി തറവാട് പോകുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ ഇത്രയും ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഒത്തിരി നീട്ടിക്കുറുക്കി പറഞ്ഞിട്ടില്ല, കാരണം കുറച്ച് ലേറ്റ് ആയി പോയി നമുക്ക് വീഡിയോ ഇടാൻ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്നും കുറച്ച് നീട്ടിക്കുറുക്കി പറയുന്നതാണ്. അപ്പം ഞാൻ പ്രധാനപ്പെട്ട ഡയലോഗൊക്കെ പറഞ്ഞ് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പം ബാക്കി മനസ്സിലാവുന്ന രീതിയിൽ നടന്ന സംഭവങ്ങൾ അത്യാവശ്യം ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പം നമ്മൾ ഇതിനു മുമ്പുമായിട്ട് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് വിത്ത് ഡയലോഗ് സഹിതം. അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.